സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ ആരോപണവുമായി CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ്. സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഏലം ഡ്രയർ സ്വകാര്യ സ്വത്താക്കി വെച്ചിരിക്കുകയാണെന്ന് CU ജോയ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്കായി 15 കോടി രൂപ അനുവദിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിലെ എല്ലാ റോഡുകളും മികച്ച നിലവാരമുള്ള റോഡുകളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മലയോരത്തെ മനുഷ്യർ വെള്ളം കയറി വീട്ടുപകരണങ്ങളടക്കം എല്ലാം നഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടാർ മനക്കലേത്ത് ജോസും കുടുംബവും. ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി അണക്കെട്ട് തുറന്നു. മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയർന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ ആരോപണവുമായി CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ്. ബാങ്ക് ഭരണസമിതിയിൽ വിഭാഗീയതയും കെടുകാര്യസ്ഥതയുമാണെന്നും സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഏലം ഡ്രയർ സ്വകാര്യ സ്വത്താക്കി വെച്ചിരിക്കുകയാണെന്നും വിഷയത്തിൽ രജിസ്ട്രാർ ഇടപെടണമെന്നും CU ജോയ് ആവശ്യപ്പെട്ടു. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും CU ജോയ് പറഞ്ഞു. സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന സേനാപതി സർവീസ് സഹകരണ ബാങ്ക് കാലങ്ങളായി ഭരിക്കുന്നത് UDF ആണ്. ഭരണസമിതിയിലെ ഭിന്നതയും അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ് രംഗത്തെത്തിയിരിക്കുന്നത്. ബാങ്ക് സഹകാരികളുടെ പണം മുടക്കി നിർമ്മിച്ച അരവിളഞ്ചാലിലുള്ള ഏലം ഡ്രയർ ബോർഡ് മെമ്പർ കൂടിയായ ബെന്നി ഇല്ലിമൂട്ടിൽ എന്നയാൾ സ്വകാര്യ സ്വത്തായി കൈയടക്കിയിരിക്കുകയാണെന്നും പുതിയ ഭരണസമിതി എത്തിയപ്പോൾ ഇത് ഒഴിവാക്കാൻ നീക്കം നടത്തിയെങ്കിലും ബെന്നി ഇതിന് തയ്യാറല്ലെന്നും CU ജോയ് പറഞ്ഞു. സഹകാരികളുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്ന കെട്ടിടം എന്നുള്ള നിലയ്ക്ക് ആ കെട്ടിടം പൊതുവായി ലേലം ചെയ്താണ് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തേണ്ടത്. പക്ഷേ അന്നത്തെ ഭരണസമിതി ഒരു മര്യാദയും കാണിക്കാതെ ബാങ്കിനകത്ത് ഡയറക്ടർ ബോർഡിനകത്തൊരു തീരുമാനമെടുത്തു. ബാങ്ക് നേരിട്ട് സൊസൈറ്റി നേരിട്ട് ഇത് നടപ്പാക്കുന്നു എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ നേരിട്ട് നടപ്പാക്കുന്നു എന്ന് എഴുതി വെക്കുകയും നിയമപരമായി അത് എഴുതി വെക്കുകയും എന്നാൽ ബെന്നി ഇല്ലിമൂട്ടിൽ എന്ന് പറയുന്ന ബോർഡ് മെമ്പറെ സ്വകാര്യ സ്വത്ത് പോലെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സ്വകാര്യ സ്വത്ത് വർഷങ്ങളായി ഇപ്പോൾ ബെന്നി ഇല്ലിമൂടൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നാൽ പുതിയ ഭരണസമിതി വന്നപ്പോൾ അത് ലേലം ചെയ്യണമെന്നോ ആ ബെന്നി ഇല്ലിമൂടനെ ഒഴിവാക്കാൻ വേണ്ടി പുതിയ ഭരണസമിതി ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അതിനടിസ്ഥാനത്ത് അപ്പോൾ ബെന്നി ഇല്ലിമൂടൻ അവിടെ നിന്ന് ഒഴിവാകുന്ന ഒരു സ്ഥിതിയില്ല. അത് ഒഴിവാകാതെ അത് സ്വന്തം സാധനം പോലെ കൈസ്ഥഴി വെച്ചിരിക്കുന്ന ഒരനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡ്രയറിനെ ചൊല്ലി കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുകയാണ്. സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനം പൊതുസ്വത്താണ്. എന്നാൽ പൊതുസ്വത്തായ സ്ഥാപനം തൽപര കക്ഷികൾ കൈയടക്കിയിരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അത് അനുവദിക്കില്ലെന്നും ഡ്രയർ പരസ്യമായി ലേലം ചെയ്ത് നൽകാമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് CPI നേതൃത്വം നൽകുമെന്നും CU ജോയ് പറഞ്ഞു. സേനാപതി പഞ്ചായത്തിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അംഗങ്ങളുടെ സഹകാരികളുടെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെ കൈകാര്യം ചെയ്ത് അത് ചില തൽപര കക്ഷികൾക്ക് ഉപയോഗിക്കാനുള്ള കുൽസിത ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാവുന്നതല്ല. അത് അടിയന്തരമായി ഈ ഡ്രയർ പരസ്യമായി ലേലം ചെയ്ത് ആളുകളെ ഏൽപ്പിക്കുകയും ആവശ്യമായ നിലപാടുണ്ടാവണം. ഇതിൻ്റെ കണക്കുകളടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ, സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ അടിയന്തരമായി ബാങ്കിൽ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ആ ബാങ്കിൻ്റെ കെടുകാര്യസ്ഥ അവസാനിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരുമെന്ന കാര്യം അറിയിക്കുകയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും CU ജോയ് ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, സേനാപതി. വെളിച്ചത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ ദീപാവലി ആഘോഷങ്ങളുടെ ആഹ്ലാദത്തിലാണ് ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ. പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും തമിഴകം ദീപാവലിയെ വരവേൽക്കുകയാണ്.
ഇടുക്കി ജില്ലാതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ ദീപാവലി ആഘോഷങ്ങളുടെ ഉത്സവലഹരിയിലാണ്. ഒരാഴ്ച മുമ്പ് മുതൽ പടക്ക വിപണിയും മധുരപലഹാരക്കടകളും സജീവമായി. വസ്ത്രവിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വർണ്ണവിളക്കുകൾ തെളിയുന്നു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ പങ്കിട്ടും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായ ദീപാവലി തമിഴ്നാട്ടിൽ മറ്റുള്ള ഉത്സവങ്ങളെക്കാൾ ആഹ്ലാദം നിറഞ്ഞതാണ്. ദീപാവലി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി എന്നാണ് ഐതിഹ്യം. ലക്ഷ്മി പൂജയും മധുരപലഹാര വിതരണവും പ്രധാനമാണ്. മറ്റുള്ളവരുമായി ആഹ്ലാദം പങ്കിട്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ദീപാവലി ദിനത്തെ ഐശ്വര്യപൂർണ്ണമായി വരവേൽക്കുന്നതിനും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ദീപാവലി ദിനത്തിനു മുമ്പ് വീട് വൃത്തിയാക്കുന്നു. ദീപാവലി ദിവസം രാവിലെ കോലം കൊണ്ട് വീടിന്റെ മുൻവശം അലങ്കരിക്കുക. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും വീട്ടിൽ വിളക്കുകൾ കത്തിച്ചും ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയെ വീട്ടിലേക്ക് വരവേൽക്കുന്നു. മധുരപലഹാരങ്ങൾ തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. തമിഴകം ദീപാവലിയുടെ ആഹ്ലാദ നിറവിലാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്കായി 15 കോടി രൂപ അനുവദിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയുടെ വികസന സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കട്ടപ്പനയിലെ എല്ലാ റോഡുകളും മികച്ച നിലവാരമുള്ള റോഡുകളാക്കുമെന്നും ജലസേചന വകുപ്പിന്റെ കീഴിൽ നിർമ്മിക്കുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളത്തിന്റെ ഫാക്ടറി വെള്ളയാങ്കുടിയിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സെൻട്രൽ പോർഷനോട് ചേർന്ന് കിടക്കുന്ന മുനിസിപ്പാലിറ്റിക്കകത്തെ എല്ലാ റോഡുകളും, പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ റോഡുകളും BMPC നിലവാരമുള്ളതാക്കി മാറ്റുമെന്ന് ഞാൻ ഈ വികസന സദസ്സിലേക്ക് അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ റോഡുകളും സ്ഥലമെടുക്കാൻ തീരുമാനിച്ചത് സത്യമെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ അതിനാവശ്യമായ 15 കോടി രൂപ ആദ്യഘട്ടത്തിന് വിലയിരുത്തും. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് നിലവിലുള്ള സ്കീം തുടരാനായിട്ട് ആവശ്യമായ പദ്ധതി കൊണ്ടുവരും. ആ നിലയിൽ സഹകരിച്ചു പോകുക, ജനങ്ങൾക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുക. ആ നിലയിലുള്ള പദ്ധതിയിലൂടെ നമ്മൾ മുന്നേറുകയാണ്. കട്ടപ്പന പുതിയ ഫയർ സ്റ്റേഷൻ ആവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി കൊടുത്തില്ലേ? PSC ഓഫീസ് 8 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയല്ലേ? കലിതുള്ളി പെയ്തിറങ്ങിയ തുലാവർഷ മഴയിൽ ദുരിതക്കയത്തിൽ മുങ്ങി ഇടുക്കി മലയോരത്തെ മനുഷ്യർ. നെടുങ്കണ്ടം കൂട്ടാർ മേഖലയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഏക്കർ കണക്കിന് കൃഷിനാശവുമുണ്ടായി. കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ സമീപത്തെ തോട് കരകവിഞ്ഞ് വീടിനുള്ളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളടക്കം എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കൂട്ടാർ മനക്കിലേത്ത് ജോസും കുടുംബവും. തുലാവർഷത്തിന്റെ വരവറിയിച്ച് ഇത്തവണ മലയോരത്ത് പെയ്തിറങ്ങിയത് മിന്നൽ പ്രളയം. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിനടി ഉയരത്തിലുള്ള നെടുങ്കണ്ടം, കൂട്ടാർ പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ പാതിയോളം വെള്ളത്തിൽ മുങ്ങി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായി ഉപയോഗശൂന്യമായി മാറി. വീടുകൾ പലതും വാസയോഗ്യമല്ലാതായി. ഉപജീവനമാർഗമായിരുന്ന കൃഷിയുമില്ലാതായ അവസ്ഥ. തുള്ളി തോരാതെ തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്തിറങ്ങിയ തുലാവർഷമഴയിൽ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ കൂട്ടാർ പാറക്കട ഭാഗത്തെ തോട് കരകവിഞ്ഞതോടെ മനക്കലേത്ത് ജോസിന്റെ വീട്ടിലും വെള്ളം ഇരച്ചുകയറി. കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം വെള്ളം കയറി നശിച്ചു. പലതും ഒഴുകിപ്പോയി. റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി പഞ്ചായത്തും വേണ്ടപ്പെട്ട എല്ലാം കൂടി ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇത് ഇവിടെ വന്ന് കണ്ടാലേ നമുക്ക് ഈ അവസ്ഥ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശം മൊത്തം വെള്ളം കയറി മൊത്തം റോഡും എല്ലാം കവിഞ്ഞാണ് പോയിരിക്കുന്നത്. 2018 സമാനമായ രീതിയിൽ ജോസിന്റെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു. അന്നും സഹായത്തിനായി സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെത്തിയും പരാതി നൽകിയിരുന്നെങ്കിൽ ഫലമാകട്ടെ വെള്ളത്തിൽ വരച്ച വര പോലെ. പ്രളയത്തിൽ ഞങ്ങളുടെ വീട് സംരക്ഷണത്തിൽ തകർന്നു പോയായിരുന്നു. തോട് വീട്ടിലേക്ക് കയറി വരികയും ഭിത്തി തകർക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങൾ പഞ്ചായത്തിലും റോഷി സാറിനെ പോയി കണ്ടു. ഞങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സിൽ പരാതി കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് ഞങ്ങളുടെ വീട് കുറച്ചും കൂടെ ശോചനീയമായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തു തരണോ ഞങ്ങൾ പറയുവാണ്. വീട് വൃത്തിയാക്കി താമസം ആരംഭിക്കാമെന്ന് വിചാരിച്ചാലും തുലാവർഷം ഇനിയും കലിതുള്ളുമോ എന്ന ഭയമാണ് ജോസിനും കുടുംബത്തിനും. നഷ്ടപരിഹാരവും ഒപ്പം തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരവും ഉണ്ടാകണമെന്ന ആവശ്യമാണിവർക്കുള്ളത്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മിന്നൽ പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളിൽ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് നെടുങ്കണ്ടം മേഖല. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 തുടങ്ങിയ മഴ 12 മണിയോടെ അതിശക്തമാകുകയായിരുന്നു. നിരവധി റോഡുകളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുണ്ടായി. പുലർച്ചെ കല്ലാർപ്പുഴയും ചെറുതും വലുതുമായ തോടുകളും കര കവിഞ്ഞൊഴുകി. കല്ലാർ ഡാമിന്റെ ഷട്ടറുകളെല്ലാം തുറന്നതോടെ ബഥേൽ, മേലെച്ചിന്നാർ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ചിന്നാർപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ തീരമേഖലയിൽ വൻ കൃഷിനാശവുമുണ്ടായി.
കൂട്ടാറിൽ നിന്നും ഗ്രാമീണ മേഖലയായ അലിയാറിലേക്കുള്ള ചപ്പാത്ത് പൂർണ്ണമായും തകർന്നു. വെള്ളപ്പൊക്കത്തിൽ നിരവധി ചെറുപാലങ്ങളും റോഡുകളും ഒലിച്ചുപോയി. ബഥേൽ കുരിശടിപ്പാലം പൂർണ്ണമായും തകർന്നു. നെടുങ്കണ്ടം, കൊന്നത്തടി, വാത്തിക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൂറുകണക്കിനാളുകൾ സഞ്ചരിക്കുന്ന പാലമാണ് തകർന്നത്. 2018 പ്രളയകാലത്തുണ്ടായ ദുരിതത്തേക്കാൾ ഏറെ നാശം വിതച്ചാണ് മിന്നൽ പ്രളയം പെയ്തിറങ്ങിയത്. മേലെ ചിന്നാർ മേഖല വെള്ളത്തിലായി. കല്ലാർമുക്ക്, ബഥേൽ, ചെമ്പകപ്പാറ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. പാലങ്ങളും അപ്രോച്ച് റോഡുകളും തകർന്നു. നിരവധി വീടുകൾ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണുണ്ടായത്. 2018 പ്രളയത്തെ കഴിഞ്ഞും വലിയ വെള്ളമാണ് ഒരു രാത്രി കൊണ്ടുണ്ടായത്. വലിയ നാശനഷ്ടം നമ്മുടെ കൂട്ടാറ് തുടങ്ങി പെരിഞ്ചാംകുട്ടി വരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തൂവലും അവിടെ 2 പാലങ്ങൾ നമ്മുടെ ഡാമിന് താഴെ ഒലിച്ചുപോയി. നെടുങ്കണ്ടം മേഖലയിൽ ഇന്നലെയും പെയ്തത് അതിശക്തമായ മഴയാണ്. പുലർച്ചെ 12 മുതൽ 3 മണിവരെ മഴ ലഭിച്ചു. മേഖലയിൽ എവിടെയും വെള്ളിയാഴ്ചയുണ്ടായതിന് സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല. കൂട്ടാർ, മുണ്ടിയെരുമ, തൂക്കുപാലം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. കല്ലാർ ഡാം അടച്ചിട്ടില്ല. തുറന്ന 4 ഷട്ടറുകളിൽ 3 അടച്ചു. ഒരെണ്ണം മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഡാമിലേക്ക് രാവിലെയും ശക്തമായ രീതിയിൽ ജലം ഒഴുകിയെത്തുന്നുണ്ട്. നിലവിൽ 802 മീറ്ററാണ് ജലനിരപ്പ്. ഇന്നലെ വെള്ളം കയറിയ മേഖലകളിൽ ഇന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കുകയാണ്. നെടുങ്കണ്ടം കമ്പം അന്തർസംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രിയും നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. സിറ്റി വിഷൻ, കൊന്നത്തടി. ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. 5 മാസത്തിനുള്ളിൽ ഇത് 6ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പൊന്മുടി അണക്കെട്ടിന്റെ 2ാമത്തെ ഷട്ടർ ഇന്നലെ വൈകിട്ടോടെ ഉയർത്തിയത്. 1 സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി 2 ഷട്ടറുകൾ കൂടി ഉയർത്തും. പൊന്മുടി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന അതിശക്തമായ മഴ മൂലം ഡാമിൻ്റെ ജലനിരപ്പ് അതിൻ്റെ പൂർണ്ണ സംഭരണ ശേഷിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി 150 MQ/s എന്ന നിലയിൽ പന്നിയാർ പുഴയിലേക്ക് ജലം തുറന്നുവിടുന്നതിന് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ല പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണശേഷി. ഇപ്പോൾ 706 അടി വെള്ളമാണ് ഡാമിലുള്ളത്. അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 5 മാസത്തിനുള്ളിൽ ഇത് 6ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. തുലാവർഷം ശക്തമായതോടെ മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം.
ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ജലസമൃദ്ധമായി. ഏറെ ടൂറിസം സാധ്യതയുണ്ടായിരുന്ന വെള്ളച്ചാട്ടം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പന്നിയാർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്തോടെയാണ് ഇല്ലാതെയായത്. ഹൈറേഞ്ചിന്റെ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം വീണ്ടും കാഴ്ചയുടെ വിരുന്നൊരുക്കിയപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത്. ഒരു കാലത്ത് പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ പാൽപാത തീർത്ത് താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയായിരുന്നു. അന്ന് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു കുത്തുങ്കൽ വെള്ളച്ചാട്ടം. എന്നാൽ കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനെ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പന്നിയാർ പുഴയിലെ പൂപ്പസിറ്റിക്ക് സമീപം ചെക്ക് ഡാം നിർമ്മിച്ചതോടെ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായി. പിന്നീട് ഈ മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ ശക്തമായ മഴയിൽ ചെക്ക് ഡാം കരകവിയണം. അതും മറ്റൊരു മനോഹര കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും വെള്ളച്ചാട്ടം സജീവമായതോടെ നിരവധി ആളുകളാണ് ഈ മനോഹര കാഴ്ച ആസ്വദിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നത്. വികസനത്തിന്റെ വെളിച്ചം പകർന്ന് കുത്തുങ്കൽ പദ്ധതി യാഥാർത്ഥ്യമായതോടെ അസ്തമിച്ചത് കുടിയേറ്റ കാലം മുതലുള്ള ടൂറിസം വികസനമെന്ന ഇവിടുത്തെ നാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയാണ്. എങ്കിലും ഇവർ കാത്തിരിക്കും മഴക്കാലമെത്താൻ, ഈ മനോഹര കാഴ്ച വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ. സിറ്റി വിഷൻ, രാജാക്കാട്. കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സുകുമാരൻ കടയ്ക്കും സൊസൈറ്റി പടിക്കും ഇടയിൽ റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം അപകടക്കണിയാകുന്നു. ഇന്നലെ രാത്രിയിൽ ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഗർത്തം രൂപം കൊണ്ട് ദിവസങ്ങളായിട്ടും അപകട സാധ്യത ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സുകുമാരൻ കടയ്ക്കും സൊസൈറ്റി പടിക്കുമിടയിലാണ് അപകട സാധ്യത സൃഷ്ടിച്ച് റോഡിൽ വലിയ ഗർത്തം രൂപം കൊണ്ടിട്ടുള്ളത്. ഒരു കലുങ്കും കലുങ്കിന് ശേഷം വളവോടും ഇറക്കത്തോടും കൂടിയ ഭാഗമാണിവിടം. ഇറക്കമിറങ്ങി വളവ് തിരിഞ്ഞെത്തുമ്പോൾ മാത്രമേ റോഡരികിലെ ഈ ഗർത്തം വാഹനയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. രാത്രികാലത്ത് ഈ അപകട സാധ്യത തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഇതുവഴി എത്തിയ ഇരുചക്രവാഹന യാത്രികൻ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടു. വാഹനം കുഴിയിലകപ്പെട്ടു. പരിക്കുകളോടെ ബൈക്ക് യാത്രികൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്തുകൂടി വെള്ളമൊഴുക്ക് ശക്തമാണ്. തുടർച്ചയായി ഗർത്തത്തിനുള്ളിലേക്ക് വെള്ളമൊഴുകി ചാടിയാൽ കുഴിയുടെ വലിപ്പം വർദ്ധിക്കാനും റോഡിന്റെ കെട്ടടക്കം ഇടിഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകാനും സാധ്യത നിലനിൽക്കുന്നു. ഗർത്തം രൂപം കൊണ്ട് ദിവസങ്ങളായിട്ടും അപകട സാധ്യതയൊഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. കുഴിയടയ്ക്കണമെന്ന നാട്ടുകാർ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം. സിറ്റി വിഷൻ, മാങ്കുളം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാജക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജക്കാട് പഞ്ചായത്തിൽ കുറ്റപത്ര വിചാരണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു.
രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴി ക്യാപ്റ്റനായിട്ടുള്ള കുറ്റപത്ര വിചാരണ വാഹന പ്രചരണ ജാഥ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി രാജാക്കാട്ടിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 7:30 പഴയവിടുതിയിൽ KPCC മെമ്പർ ആർ ബാലൻപിള്ള പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സമാപന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിലെ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ പട്ടയം കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള പരിസ്ഥിതി സംഘടനകൾ, കപട പരിസ്ഥിതിവാദികളായിട്ടുള്ള സംഘടനകൾ കോടതികളില് നിയമപരമായി ഇടുക്കിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കുന്നത് ശരിയല്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലുള്ള കോടതിയിൽ പോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ജില്ലാ വൈസ് പ്രസിഡന്റ് KS അരുൺ, ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, UDF നിയോജകമണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ, ബെന്നി പാലക്കാട്ട്, ബാബു കൊച്ചുപുരക്കൽ, ജോയി തമ്പുഴ, ആഗസ്തി കുന്നുംപുറത്ത്, ലിജോ മുണ്ടപ്ലാക്കൽ, ബിജു കൂട്ടുപുഴ, സ്റ്റാലിൻ മർക്കോസ്, PS സുനിൽകുമാർ, മിനി ബേബി, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലംകുഴി, KP ഗോപിദാസ്, റെജീന ടെൻസൺ, അർജുൻ ഷിജു എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂന്നാറിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാംസ്കാരിക സംഗമം നടന്നു. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തോടനുബന്ധിച്ച് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയസംഹിതയുടെ പെരുമ വെളിപ്പെടുന്നതായിരുന്നു മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിൽ നടന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാംസ്കാരിക സംഗമം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ തൊഴിലാളികൾ അവതരിപ്പിച്ച തങ്ങളുടെ പരമ്പരാഗതമായ കലാരൂപങ്ങൾ സംഗമത്തെ ശ്രദ്ധേയമാക്കി. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ആചരിച്ചുവരുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഭാഗ്യോപകരണങ്ങളുടെയും ബഹുവർണ്ണങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പരിപാടിയിൽ 200ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് പങ്കെടുത്തത്. സംഗമത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ പരമ്പരാഗതമായ രീതിയിലാണ് തൊഴിലാളികൾ വരവേറ്റത്. ഒക്ടോബർ 4-5 തീയതികളിലാണ് ആഗോള കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനമായി സഭ ആചരിച്ചുവരുന്നത്. സംഗമത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൂന്നാർ ബസിലിക്കയിൽ തൊഴിലാളികൾക്കായി പ്രത്യേകമായി ദിവ്യബലി അർപ്പിച്ചുവരുന്നു. വിജയപുരം രൂപതാ മെത്രൻ റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ, സഹായ മെത്രൻ റെവറൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചുവരുന്നത്. മൂന്നാർ ബസിലിക്ക റെക്ടർ ഫാദർ മൈക്കൽ വലയിഞ്ചിയിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ക്രിസ്തുദാസ്, സിസ്റ്റർ സുവർണ, സിസ്റ്റർ ലീല ദേവസ്യ, നികേഷ് ഐസക് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,980 രൂപ, പവന് 95,840 രൂപ, വെള്ളി ഗ്രാമിന് 190 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ ആരോപണവുമായി CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ്. സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഏലം ഡ്രയർ സ്വകാര്യ സ്വത്താക്കി വെച്ചിരിക്കുകയാണെന്ന് CU ജോയ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്കായി 15 കോടി രൂപ അനുവദിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിലെ എല്ലാ റോഡുകളും മികച്ച നിലവാരമുള്ള റോഡുകളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മലയോരത്തെ മനുഷ്യർ വെള്ളം കയറി വീട്ടുപകരണങ്ങളടക്കം എല്ലാം നഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടാർ മനക്കലേത്ത് ജോസും കുടുംബവും. ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി അണക്കെട്ട് തുറന്നു. മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.